ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി. ഇനി 6 മാസം കൊണ്ട് SSLC+2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് അതായത് NIOSന്റെ ഒക്ടോബർ ബാച്ചിലേക്കുള്ള എക്സാമിനേഷന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. കുറച്ച് ദിവസം മുന്നേ നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ഡേറ്റും കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്തിരുന്നു. പ്രാക്ടിക്കൽ എക്സാം സ്റ്റാർട്ട് ചെയ്തത് സെപ്റ്റംബർ 12-ാം തീയതിയാണ്. അപ്പൊ അതിന്റെ 12-ാം തീയതി മുതൽ ഏകദേശം ഈ മാസം ലാസ്റ്റ് വരെയാണ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ. ഒക്ടോബറിലാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ വരുന്നത്. ഇപ്പോൾ ഓൾറെഡി സെപ്റ്റംബർ 20-ാം തീയതിയായി. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ്സ് കാര്യങ്ങളും വന്നിട്ടുണ്ട് എക്സാമിനേഷന്റെ. അപ്പോൾ ഡേറ്റ്സ് ഇങ്ങനെയാണ് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ. ഡേറ്റ് ഷീറ്റ് ഫോർ സെക്കൻഡറി ക്ലാസ് 10ന്റെയും അതുപോലെ തന്നെ സീനിയർ സെക്കൻഡറി +2ന്റെയും തിയറി എക്സാമിനേഷന്റെ സെപ്റ്റംബർ ഒക്ടോബർ 2025 ബാച്ചിലേക്കുള്ളതിന്റെ ഡേറ്റ്സ് റിലീസ് ആയിട്ടുണ്ട്. സോ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്യൂസ്ഡേ 14th October 2025 അതാണ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏർലി ചൈൽഡ്ഹുഡ് ആൻഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റിന്റെ ആണ് പരീക്ഷ. അതുപോലെ തന്നെ സാൻസ്ക്രിറ്റിന്റെ പരീക്ഷ ഇപ്പൊ രാവിലെയും വൈകുന്നേരമായിട്ട് 2 സെഷനിൽ പരീക്ഷകൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. 3 മണി തൊട്ട് 6 മണി വരെയാണ് അവര് പരീക്ഷ സമയം ഇപ്പൊ നിലവിൽ പറയുന്നത് കേട്ടോ. വൈകുന്നേരമാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പൊ 3 മണി മുതൽ 6 മണി വരെ ഉണ്ട്. അപ്പൊ ഇതിൽ ഏകദേശം ഡേറ്റ്സ് പോകുന്നത് 18 നവംബർ വരെ, അതായത് ഒക്ടോബർ 14-ാം തീയതി തുടങ്ങിയിട്ട് പരീക്ഷ അവസാനിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് 18 നവംബർ വരെയാണ്. വിവിധ സബ്ജക്റ്റുകൾ ഉണ്ട്, നിങ്ങൾക്കറിയാം. സയൻസ് എടുത്തവർക്ക് അതുപോലെ തന്നെ കൊമേഴ്സ് എടുത്തവർക്ക് അങ്ങനെ ഓരോരുത്തർക്കും അവരുടെ. അപ്പൊ നിങ്ങളുടെ ഏതാണോ സബ്ജക്ട് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇപ്പൊ ഇതിൽ ഒക്ടോബർ 29-ാം തീയതിയാണ് കെമിസ്ട്രി പരീക്ഷ വരുന്നത്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് വരുന്നുണ്ട്. 1 നവംബറിനാണ് ഇംഗ്ലീഷ് എക്സാമിനേഷൻ വരുന്നത്. അതുപോലെ തന്നെ സോഷ്യോളജി പരീക്ഷ വരുന്നത് 3 നവംബറിനാണ്. ഫിസിക്സ് പരീക്ഷയും ഹിസ്റ്ററി ഒക്കെ വരുന്നത് 6 നവംബറിനാണ്. അപ്പൊ ഇപ്പൊ ഇതില് എല്ലാ ബാച്ചിന്റെയും കൊടുത്തിട്ടുണ്ടാവും, കാരണം ഹോൾ ആയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് 10th വേറെ +2 വേറെ എന്നുള്ളത് അവർ സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ സബ്ജക്ട് കോഡും കാര്യങ്ങളും എന്താണെന്നും നിങ്ങൾ പർട്ടിക്കുലർലി ചെക്ക് ചെയ്തിട്ട് എന്നാണ് നിങ്ങളുടെ പരീക്ഷ എന്നും അതിന്റെ നേരെ തന്നെ ടൈമും നിങ്ങൾ ശ്രദ്ധിച്ചു പോവുക. ഇതിൽ സീനിയർ സെക്കൻഡറി വേറെ പ്രത്യേകിച്ചും ഡിഫറൻഷിയേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, +2 സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ സീനിയർ സെക്കൻഡറിന്റെ താഴെ നോക്കുക, അല്ലെങ്കിൽ സെക്കൻഡറിന്റെ താഴെ നോക്കുക. എന്നിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കോഡ് എക്സാം, അതായത് സബ്ജക്ട് കോഡും സമയവും കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിനേഷന് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ ഇതിന്റെ ആണ് പറയുന്നതെങ്കിൽ പോലും പരീക്ഷ നടക്കുന്നത് ഒക്ടോബർ 14-ാം തീയതി മുതൽ, അത് ഒക്ടോബർ പകുതി മുതൽ നവംബർ ഏകദേശം 18-ാം തീയതി വരെയാണ്. അപ്പൊ ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരിക്കാണ് നിങ്ങളുടെ ഒക്ടോബർ ബാച്ച് NIOSന്റെ പരീക്ഷ നടക്കാൻ പോകുന്നത്. സോ പെട്ടെന്ന് തന്നെ എല്ലാവരും ഇത് ചെക്ക് ചെയ്തോളുക. നിങ്ങൾക്ക് ഇതിന്റെ ടൈം ടേബിളും കാര്യങ്ങളും സൈറ്റിൽ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാൻ പറ്റും. സോ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ലൈവ് ക്ലാസ്സുകളും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ടാവും. സോ അതിനനുസരിച്ച് നിങ്ങൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ ഇനി നമുക്ക് യൂട്യൂബ് ലൈവായിട്ടും ഒരുപാട് ലൈവ് സെഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്രാഷ് കോഴ്സ് ബാച്ച് എല്ലാം ആരംഭിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിൽ വരും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.